അപ്പോൾ തിരക്കിട്ടൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ കുക്കറിലേക്ക് ചേന, മുരിങ്ങക്ക, വഴുതനങ്ങ, അച്ചിങ്ങ, ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കുക. ലേശം മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കേൾക്കുക. എന്നിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ 1-2 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ പ്രഷറെല്ലാം കളയാം. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമ്മുടെ ഈ പച്ചക്കറി ഇട്ട് കൊടുക്കുക. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുക. ഈ സമയത്ത് കുറച്ച് തേങ്ങ എടുക്കുക. ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ലേശ ജീരകവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി കൂട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് വെച്ച് മൂടി വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ലേശം കറിവേപ്പിലയും ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കുക്കർ സ്റ്റൈൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിരക്കിട്ട ദിവസങ്ങളിലൊക്കെ ഒരു വെജിറ്റേറിയൻ റെസിപ്പി വേണമെന്ന് വിചാരിക്കുമ്പോൾ ഈ കുക്കർ സ്റ്റൈൽ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മുടെ ഓണമൊക്കെ വരുന്നല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവിയൽ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.